ആരെ മനുഷ്യ ഒളിഞ്ഞു നോക്കണത്? ആരെ ഒളിഞ്ഞു വേണ്ട? എന്റെ അനിയന് ഫാമിലി എയർപോർട്ടിലെത്തി. നമ്മൾ പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീട് അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അളിയാ ആ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, പുതിയ വീട്ടിലേക്ക് വരാൻ ഞാനിപ്പോൾ വാട്സപ്പിൽ നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് അങ്ങ് അയച്ചേക്കാം കേട്ടോ. ആ ലൊക്കേഷനിൽ കൂടെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഓക്കെ അളിയാ, ഓക്കെ. വന്നിട്ട് കാണാം, പൊളിക്കാം. ആ അയച്ചിട്ടുണ്ട്. എടീതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ ദിവസം എന്നോട് മദ്യപിക്കരുതെന്ന് മാത്രം പറയരുത്, ഞാൻ അടിക്കും. ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിക്കാം. പിന്നെ കൊണ്ടുവരണ പിന്നെ സോപ്പ്, ചീപ്പ്, സ്പ്രേ അതെല്ലാം ഞാൻ എടുക്കുവേ. സോപ്പ്, ചീപ്പ്, കണ്ണാടി, സ്പ്രേ ഒക്കെ നീ എടുത്താന്ന് എനിക്കറിയണം. പിന്നെ വേറൊരു കേസുണ്ട്, തലവേദനക്കുള്ള ബാം കൊണ്ടുവന്ന് എനിക്ക് തരണം. എന്റെ പൊന്നു ചേട്ടാ, ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോ ഈ തലവേദനയുടെ ബാമൊക്കെ കൊണ്ടുവരുന്നത് ഓൾഡ് ഫാഷൻ അല്ലേ? എടി, തലവേദന എന്നും തലവേദനയല്ലേ? നീ എല്ലായിടത്തോളം കാലം തലവേദന ഉണ്ടാകും, എനിക്ക് ബാമും വേണ്ടി വരും. ചേട്ടാ ചേട്ടാ ഇതുണ്ടാവും വിളിക്കുന്നു. എന്താണ് ചോദിക്കേ? വല്ലതും വഴിന്ന് മേടിക്കണോന്ന് അറിയാനായിരിക്കും. ഹലോ അളിയാ, അവനൊരു ബുളുബുളി ശബ്ദം കേൾക്കണേ. അയ്യോ, അളിയന്റെ കാർ വെള്ളത്തിൽ പോയി. അയ്യോ അയ്യോ, ഗൂഗിൾ മാപ്പ് തെറ്റിച്ചാ? അങ്ങനെ വരാ. എന്റെ ദൈവമേ, എന്ത് ചെയ്യടി? ഗൂഗിൾ മാപ്പ് തെറ്റിച്ചിട്ട് അളിയൻ വെള്ളത്തിൽ പോയെന്ന്. അയ്യോ, എന്റെ അളിയ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നതാണ് അളിയന് വരാനായിട്ട് ഇങ്ങോട്ട്. പക്ഷെ എന്നോട് മാപ്പാക്കണം, ഇടക്കിടക്ക് ഈ ഗൂഗിൾ അമ്മായി ചതിക്കും.